ഒരു ചിക്കൻ കറി ഒരു രക്ഷയില്ല മക്കളെ, എന്നാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. കാരണം അത്രയ്ക്ക് സിമ്പിളാണ്. ഇതിൽ സിമ്പിളായിട്ടുള്ള കറി ഇനി വേറെ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ എത്ര ചിക്കൻ അത് എടുക്കലുണ്ട്. നമ്മൾ വീട്ടിലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേറെ പൊടികളൊന്നുമില്ല, അതൊന്നും ചേർക്കണമെന്നില്ല. ഇപ്പം ഞാൻ വെറുതെ കുറച്ച് കുരുമുളകും പിന്നെ ചിക്കൻ മസാല കുറച്ചുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. നമ്മൾ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇത് അരമണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കനിലോട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ഇതുപോലെ ചിക്കൻ പൊരിക്കും ഇതുപോലെ കഴിക്കുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, പൊരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചീനച്ചട്ടി എടുക്കുക, വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതിലോട്ട് കറുവപ്പട്ടയും ഗ്രാമ്പു ഏലക്കയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നന്നായി ഉപ്പിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ എപ്പോൾ പറയും പോലെ നന്നായി വയന്ന് വരുമ്പോൾ കറിക്ക് അതിന് ടേസ്റ്റ് ഉണ്ടാവും. ഇത് സിമ്പിളായിട്ടുള്ള കറിയാണ്. വേറെ മസാലകളൊന്നും നമുക്കില്ല ആവശ്യമുള്ളൂ. വെറും മഞ്ഞളും മുളകും മാത്രമേ വേണ്ടൂ കേട്ടോ മസാലകളിൽ. അപ്പം നമ്മളിലോട്ട് ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണിൻ്റെ കുറച്ചധികം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടെ നന്നായിട്ട് പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതിൽ ആവശ്യമുള്ള വെള്ളം, നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അത്ര വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കും, ചൂട് വെള്ളം കേട്ടോ, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. അതെൻ്റെ കയ്യിലെല്ലാം തീർന്നു പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒത്തിരി പേര് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ എനിക്ക് കുറേ വീഡിയോ ചെയ്യാൻ ഇനിയും നല്ല നല്ല വീഡിയോ ഇനിയും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.